ഇതിൻ്റെ പാർട്ട് 2 ആണിത്. അയ്യോ 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 നിൽക്കാടെ. പൈലറ്റായിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നേരെ വിളിച്ചിട്ടുണ്ട്. അപ്പം നേരെ പോയി നമുക്ക് ഏഞ്ചൽ സിറ്റിയിൽ പോയി ലാൻഡ് ചെയ്യാം. ഇന്ത്യയിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ നേരത്തെ ആദ്യം പോയ സിറ്റി. ആ ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ പോയിട്ട് ലാൻഡ് ചെയ്തില്ലേ ആദ്യം. അതാണ് ഏഞ്ചൽ സിറ്റി. അയ്യോ ഇതെന്താ വണ്ടിക്ക് ബ്രേക്കിംഗ് ഇല്ല. ഒരു മാസം പോലായിട്ടില്ല വാങ്ങിയിട്ട്. അയ്യോ വണ്ടി വണ്ടി. ഓക്കെ പ്ലെയിനാണ് നമ്മൾ എടുക്കുന്നത്. ഡിഫൻഡർ ഈ വലിയ പ്ലെയിനൊക്കെ തിരിക്കാൻ ഭയങ്കര പാടാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ അന്നൊരു ദിവസം എൻ്റെ കൂട്ടുകാരനുണ്ട്, അവന് ഇതുപോലത്തെ ഒരു പ്രൈവറ്റ് എയറോപ്ലെയിൻ തന്നെ ഉണ്ട്. പ്രൈവറ്റ് ജെറ്റല്ല, അത് പ്രൈവറ്റ് പ്ലെയിനാണ് ഇതുപോലത്തെ. അത് ഞങ്ങളതിൽ ട്രിപ്പ് പോയി അന്നൊരു ദിവസം. ഞാനാണ് ഓടിച്ചത്. എൻ്റെ അമ്മ എന്തൊരു പാടാടാ ഓടിത്തിരിക്കാൻ നോക്കുക. ഞാൻ അമർത്തി പിടിച്ചിട്ടാണുള്ളത്, തിരിയണില്ല. ഇതെന്തത്. അപ്പം അങ്ങനെ തന്നെ ആരാടാത്? ഈ ഫ്ലാറ്റിൽ നിൽക്കുന്നതാണ് കുഴപ്പം. കേട്ടോ കേട്ടോ. വേമ്പോ ലാൻഡായിട്ട് പോയാട് ലാൻഡ് ചെയ്യട്ടെ. കീടം വരെ പോകാനാണ് ഈ എയറോപ്ലെയിനിൽ സമയം ലഭിക്കും. ഇത് എയറോപ്ലെയിനിൽ പോയാൽ 10 മിനിറ്റിലെത്തും. 10 മിനിറ്റൊന്നും വേണ്ട. ബസ്സിൽ പോയാൽ അരമണിക്കൂർ എടുക്കും. അതാണ് പ്ലെയിനിൽ കയറിയിട്ട് വരുന്നത്. അയ്യോ കണ്ടോളൂ കണ്ടോളൂ. അയ്യോ അമ്മേ എന്തെവിടെ. എമർജൻസി ലാൻഡിങ് ചെയ്യാം. അയ്യോ തീരെ കണ്ടോളൂ എൻ്റെ മോനെ. അയ്യോ അമ്മേ എന്തപ്പുണ്ടായേ. എൻ്റെ ഫസ്റ്റ് പ്ലെയിൻ തന്നെ ഇങ്ങനെ ആയല്ലോ. ഞാനങ്ങോട്ട് ഇല്ലത് ഞാൻ എത്തു. മോനെ അയ്യോ പ്ലെയിൻ എൻ്റെ ഭാഗത്ത് വീഴുന്ന. ആരാടത്? എന്നാലെങ്ങനെയാണത്? വെറുതല്ല, ഫ്യൂവലുള്ളൂ പോയി. ഇവന്മാർ അടിച്ചില്ലടാ ഫ്യൂവല്. ബാക്കിയുണ്ട് രക്ഷപ്പെട്ട്. ഇതെന്തത്? ഇനി എന്ത് ചെയ്യാ? പ്ലെയിൻ എടുക്കാം. പക്ഷെ പ്ലെയിനൊരു കുഴപ്പമില്ലടാ. ഇതെന്താണ് തേടുന്ന? എങ്ങനെ എടുക്കും? പാസഞ്ചേഴ്സ്, ഈ പ്ലെയിൻ ഇനി എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. എല്ലാവരും വേഗം ഇറങ്ങുക. ശരി. എല്ലാവരും ഇറങ്ങി. ടാക്സിയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ഇനി എന്തുണ്ടാവാന്ന് എനിക്കറിയില്ല. ശരി, ആക്കുന്നൊരു
അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, എടുത്തിട്ട് പോവാം. അളിയൻ്റെ മോളെ നിക്കടാടെ. ഇനി മുതൽ ഈ വണ്ടി എൻ്റെ സ്വന്തം. ഞാൻ സിറ്റിയിലേക്ക് പോവാം വണ്ടി എടുത്തിട്ട്. അയ്യോ അയ്യോ, അറിയാണ്ട് ഒരാൾ ഇടിച്ചിട്ട്. അമ്മേ, പ്ലെയിൻ ക്രാഷായി, വണ്ടിയും ക്രാഷായി. ആദ്യത്തെ പ്ലെയിൻ ഇവന്മാർ പെട്രോൾ നിറച്ചില്ലാന്നോ? ബോണറ്റൊക്കെ പൊന്തി നിൽക്കണം. വണ്ടി ഓടിക്കാം, കാണുന്നില്ല. അയ്യോ, സൈഡിൽ കാണുന്നുണ്ട്. അയ്യോ, ഇതെന്തത്? ബോണറ്റ് പോയി. ഡിക്കി പോയി. എന്നിട്ട് ഞങ്ങളുടെ ആർജസിൻ്റെ ലോഗോ അവിടെ നിൽക്കുന്നത്. ആർജസിനല്ല, ടൊയോട്ടൻ്റെ. അയ്യോ, എൻ്റെ അമ്മ, ഈ വണ്ടീൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ആ ടോറൊക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങളട്ടെ. ഇനി എന്ത് ചെയ്യാനാ? പൈലറ്റിൻ്റെ ജോലി പോവോ? അതൊന്നും നമുക്കറിയില്ല. പിന്നെ അടുത്ത് നാളെയോ മറ്റന്നാളായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഒരു കിടുക്ക സാധനം കേട്ടോ അത്. അയ്യോ, പോയി. തുള്ളിട്ടോ, ഇവിടെ ഉള്ളില്ല. ഞാൻ ഉള്ളിലാന്ന് പറഞ്ഞു. ഡിഫണ്ട് എടുക്കണം. ഡിഫണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ, ഇതമ്മേ, ഡിഫണ്ട് പിന്നെ സംസാരിക്കുന്ന ഫീച്ചറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മോഡിഫൈ ആക്കാൻ ചെയ്താൽ ആ പോലീസുകാർക്ക് ഇത് സംസാരിക്കുന്ന ഫീച്ചർ മാത്രം അറിയില്ലായിരുന്നു. ബാക്കിയെല്ലാം പൊക്കിയെടുത്ത് വലിയ അല്ലോയും കളറൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചപ്പോൾ ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ ഇതെല്ലാം എടുത്തറിഞ്ഞു. അപ്പോൾ ഇതിലുള്ളത് ഞാൻ സംസാരിക്കുന്ന ഫീച്ചർ മാത്രമാണ്. നല്ല ഡിഫൻഡർ സംസാരിച്ച ഹലോ ഗൈസ് കണ്ട. ഉയ്യോ, എൻ്റെ മോനെ ഔട്ടിട്ടിട്ടുണ്ട്. എന്നാലും അതെങ്ങനെയാണ് ക്രാഷായ? അതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണ്, കുറച്ച് നേരം പോയി വർക്കൗട്ട് ചെയ്യാം. ഇനി ഞാൻ മേലെ പൈലെത്തിച്ച പണി കയറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ ചില പ്ലെയിനിൽ ഇവന്മാരും ഇതൊന്നും അടിച്ചു നോക്കില്ല. ഇതൊക്കെ അടിച്ചു വെക്കാൻ വന്നു. അയ്യോ, ഇത് ഓണായിരുന്ന ഇതമ്മേ, ഇതെടുത്ത് സ്പീഡാക്കിയിട്ട്. അയ്യോ, ഭാഗ്യമുണ്ട്. അയ്യോ അയ്യോ അയ്യോ. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഇത് രണ്ടാമത്തെ വീഡിയോ കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഗുഡ് ബൈ എല്ലാവരും. പിന്നെ വേറെ കാര്യം, ഈ
ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ബൈ.